കർക്കിടകം പെയ്തൊഴിയാത്ത മഴയുടെ കാലം മാത്രമല്ല, വിശ്വാസപരമായി വിശുദ്ധമായ ഒരു മാസം കൂടിയാണ്. ഹൈന്ദവർക്ക് രാമായണ മാസം എന്നതുകൂടിയാണ് കർക്കിടക മാസം. രാമായണ ശീലുകൾ രാപ്പകൽ അന്തരീക്ഷത്തിൽ അലയടിക്കുന്ന പുണ്യമാസം. നാലമ്പല ദർശനം അടക്കമുള്ള കാര്യങ്ങൾക്കായുള്ള മാസം. ഈ കർക്കിടക മാസം ചില പ്രത്യേക നാളുകാർക്ക് ഏറെ സൗഭാഗ്യം ബലമായി പറയുന്നു. ഏതെല്ലാം നാളുകാരാണ് ഇതിൽ പെടുന്നതെന്നറിയാം. ഇതിൽ ആദ്യ നക്ഷത്രം മകേരമാണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ നല്ല ബലം. ഇവർക്കുണ്ടായിരുന്ന കഷ്ടപ്പാടും രോഗാവസ്ഥകളുമെല്ലാം മാറി വരുന്നു. കടബാധ്യത മാറും. സ്ഥിരജോലി ലഭിക്കും. ജോലിയുള്ളവർക്ക് കർമ്മരംഗം പുഷ്ടിപ്പെടും. ഇവരെ സംബന്ധിച്ച് ഭവന ധനയോഗവും സൗഭാഗ്യവും വരുന്നു. ഈ ഒരു വർഷക്കാലം കൊണ്ട് നല്ല ബലം വരുന്നു. ഒരു നക്ഷത്രം അശ്വതിയാണ്. സർവൈശ്വര്യവും സൗഭാഗ്യവും തേടി വരും. ജോലിഭാഗ്യം ലഭിക്കും. ഇവരുള്ളിടത്ത് സമ്പൂർണ്ണ രാജയോഗത്തിൻ്റെ ഫലം ലഭിക്കും. രോഗസംബന്ധമായ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും. ഈ വർഷം തീരുന്നതിന് മുൻപായി കടങ്ങൾ മാറിക്കിട്ടും. ബാധ്യതകൾ മാറിക്കിട്ടും. പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും ലഭിക്കും. തിരുവാതിരയാണ് അടുത്തത്. വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് ഉയർച്ച ബലമായി പറയുന്നു. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകും. ഉത്തമമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും. സന്താന സൗഭാഗ്യം ലഭിക്കും. തൊഴിലില്ലാത്തവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കും. മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കും. സർക്കാർ മേഖലയിൽ തൊഴിലിന് അവസരം. അടുത്ത നക്ഷത്രം മകമാണ്. അനുകൂല ഫലം ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾ ലഭിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരലുകൾ ഉണ്ടാകും. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. കടബാധ്യത മാറി ലാഭമുണ്ടാകും. വിവാഹാചരണങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകും. തൊഴിൽ ലഭിക്കും. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും. ടെസ്റ്റുകൾ എഴുതിയവർക്ക് ഫലമുണ്ടാകും. ദാമ്പത്യ ജീവിത സൗഖ്യം എടുത്തു പറയണം. മാതൃജനങ്ങൾക്കുണ്ടായിരുന്ന രോഗപീഠകൾ മാറും. അനിഴം നാളുകാർക്ക് ഏത് കാര്യത്തിനിറങ്ങിയാലും ഭാഗ്യവും ഫലപ്രാപ്തിയും നേടാൻ സാധിക്കും. സന്തോഷവും വിജയവും നേടുന്ന കാലം. ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഗുണമുണ്ടാകും. തൊട്ടതെല്ലാം പൊന്നാക്കും. പാതി വഴിയിൽ ഉപേക്ഷിച്ച കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കും. തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകും. ഭാഗ്യസിദ്ധി നേടാൻ സാധിക്കും. ചോദിക്ക് യാതനകളുടെയും വേദനകളുടെയും മോചനം ലഭിക്കാവുന്ന കാലമാണ്. ബന്ധുജനങ്ങളുമായുണ്ടായിരുന്ന അപ്രീതിയും അകൽച്ചയും മാറും. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. സഹോദരങ്ങളാൽ അനുഭവ ഗുണമുണ്ടാകും. അകന്നു കഴിഞ്ഞ ദമ്പതികൾ ഒന്നാകും. തടസ്സങ്ങൾ മാറും. വാഹനം വാങ്ങാൻ സാധിക്കും. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ യോഗമുണ്ടാകും. ഇഷ്ടസ്ഥാനലബ്ധി, വിദേശവാസ യോഗം എന്നിവ ഫലമായി പറയാം. അടുത്ത നക്ഷത്രം പൂയമാണ്. ഇവർക്ക് ചിട്ടിഭാഗ്യമുണ്ടാകും. മത്സര പരീക്ഷയിൽ വിജയമുണ്ടാകും. കടബാധകളിൽ നിന്നും രക്ഷ കിട്ടും. സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ സാധിക്കും. ആഹ്ലാദിക്കുന്ന നിമിഷങ്ങൾ വരും. അരിഷ്ടതകൾ മാറും. തൊഴിൽ ഉയർച്ച ഉണ്ടാകും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. ഉപരിപഠന സാധ്യതയുണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരമാണ്. ഇവർക്ക് ഇറങ്ങിത്തിരിക്കുന്ന മേഖലകളിൽ വിജയം ലഭിക്കും. തൊഴിലിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാകും. അനുകൂല ഫലങ്ങൾ വരും. ഒട്ടേറെ തൊഴിലവസരങ്ങൾ വരും. കടബാധ്യതകൾ തീരും. സഹോദര തുല്യരായവരുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം. സന്താനലബ്ധി, ബിസിനസ്സിൽ ലാഭം എന്നിവയുണ്ടാകും. രോഗശമനമുണ്ടാകും. അടുത്ത നക്ഷത്രം പുണർദമാണ്. ഇവർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകും. സർക്കാർ മേഖലയിൽ തൊഴിൽ സാധ്യത. പരീക്ഷകളിൽ വിജയം. ഇൻഷുറൻസ്, ചിട്ടി എന്നിവയിൽ ധനലാഭം ബലമായി പറയാം. വിദേശത്ത് പഠനം നടത്താൻ സാധിക്കും. സന്താന ലാഭം ബലമായി പറയാം. വീട് സ്വന്തമാക്കാൻ അവസരം വന്നു ചേരും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. തങ്ങളെ തള്ളിപ്പറഞ്ഞവർക്ക് അത് തിരുത്തി പറയേണ്ടി വരുന്ന സമയം. ഇവർക്ക് വലിയൊരു സൂര്യോദയമാണ് കാത്തിരിക്കുന്നത്. ഇവരുടെ ഉച്ചിയിൽ ശുക്രൻ ഉദിക്കുന്നുവെന്ന് പറയാം. ധനപരമായ പല നേട്ടങ്ങളും ഉണ്ടാകും. കടബാധ്യതകൾ മാറ്റാൻ സാധിക്കും. ഉപരിപഠനം നടത്താൻ സാധിക്കും. അടുത്തത് ഉത്രനാളാണ്. ഉദിച്ചുയരുന്ന നക്ഷത്രമാണ് ഇത്. കടബാധ്യതകൾ മാറുന്നു. ഇവർക്ക് സൗഭാഗ്യപരമായ നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന സ്വപ്നം നടന്നു കിട്ടും. സന്തോഷ വാർത്ത ഇവരെ തേടിയെത്തും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. ഇവർക്ക് ജീവിതത്തിൽ ഈശ്വരാധീനം ഉച്ചസ്ഥായിലെത്തും. ഇവർ തൊട്ടത് പൊന്നാകും. ഏത് കാര്യത്തിനിറങ്ങിയാലും അവർക്ക് നേട്ടമുണ്ടാകും. ധനസൗഭാഗ്യം വരുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത്. ഇവർ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഏറെ ഉയർച്ചയുണ്ടാകും. ഇത് തുടക്കം മാത്രമാകും. ഇവരെ തേടിയെത്തുന്നത് ഭാഗ്യദിനങ്ങളാവും. സങ്കടത്തിൻ്റെ ദിവസങ്ങൾ മാറിക്കിട്ടും.